ഒരു 13 വയസ്സുകാരൻ ഉൾപ്പെടുന്ന ഒരു കൊലപാതകത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ബേസ് ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് അഡോളസൻസ്. ടീനേജ് കാലഘട്ടം ഒരാളുടെ ലൈഫിൽ എത്രത്തോളം ചേഞ്ച് ആണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ഈ സീരീസ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ നാട് കടന്നു പോകുന്ന അവസ്ഥകളൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് സീരീസ്. സോഷ്യൽ മീഡിയ മൊത്തവും ചർച്ച ചെയ്യുന്ന ഈ ഒരു സീരീസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. സോ വെൽക്കം ടു സ്കിനിമ, ലെറ്റ്സ് ഗോ. സ്റ്റീഫൻ ഗ്രഹാമും ജാക്ക് തോണും തിരക്കഥ രചിച്ച് ഫിലിപ്പ് ബാരന്റീനോ സംവിധാനം ചെയ്ത സീരീസാണ് അഡോളസൻസ്. തന്റെ ക്ലാസ്മേറ്റ് ആയ കെയ്റ്റ് എന്ന പെൺകുട്ടിയെ കുത്തി കൊലപ്പെടുത്തി എന്ന് ആരോപിച്ച് 13-കാരനായ ജെയ്മി മില്ലറിനെ അവൻ്റെ ബെഡ്റൂമിൽ നിന്നും മാതാപിതാക്കളുടെ മുൻപിലൂടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഈ സീരീസ് തുടങ്ങുന്നത്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ജെയ്മി ആവർത്തിച്ച് പറയുന്നുണ്ട്. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ എന്തിന് ഈ കൊടും ക്രൂരകൃത്യം ചെയ്തു എന്നതാണ് ഇവിടെ ചോദ്യം. അതിന് ഉത്തരം നൽകുന്ന സീരീസ്. ഇന്ന് നമ്മുടെ നാട് കടന്നു പോകുന്ന സാമൂഹിക അവസ്ഥയുടെ പച്ചയായ ആവിഷ്കാരം കൂടിയാണ് ഈ ഒരു നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ. മകന്റെ പിന്നാലെ പോലീസ് സ്റ്റേഷനിലേക്ക് ആ കുടുംബം യാത്രയാകുന്നു. ജെയ്മിയോട് സംസാരിക്കാൻ കിട്ടിയ സമയത്ത് നീ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് ജെയ്മിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ജെയ്മി ആവർത്തിച്ച് പറയുന്നത് വിശ്വസിക്കുകയാണ് ഫാദർ. ഒടുവിൽ മകൻ തൻ്റെ സഹപാഠിയായ പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത് CCTV ഫൂട്ടേജ് കണ്ട് പിതാവ് തകർന്നടിയുകയാണ്. CCTV ഫൂട്ടേജ് കാണിച്ചിട്ടും ജെയ്മി തൻ്റെ കുറ്റം സമ്മതിക്കുന്നില്ല. ഒടുവിൽ സൈക്കോളജിസ്റ്റിൻ്റെയും സഹപാഠികളുടെയും സഹായത്തോടെ കൊലയ്ക്ക് പിന്നിലെ കാരണവും കൊല ചെയ്യാൻ ഉപയോഗിച്ച കത്തിയും കണ്ടെത്താൻ പോലീസുകാർ നടത്തുന്ന പരിശ്രമമാണ് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ കാണിക്കുന്നത്. കാണുന്ന പ്രേക്ഷകരെ ഇമോഷണലി ഹോണ്ട് ചെയ്യുന്ന എപ്പിസോഡാണ് ജെയ്മിയും ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ബ്രയോണയും തമ്മിലുള്ള സെഷൻസ് ഉൾപ്പെടുന്ന എപ്പിസോഡ്. ജെയ്മി എന്ന 13-കാരൻ എന്താണെന്നും അവൻ്റെ ഉള്ളിലെ വൈകാരിക തലങ്ങൾ എങ്ങനെയാണെന്നും പ്രേക്ഷകർക്ക് വ്യക്തമാക്കുന്നത് ജെയ്മിയുടെ ബ്രയോണിയുമായുള്ള സംഭാഷണങ്ങളിലൂടെയാണ്. ജെയ്മിയോട് ഏറെ സ്നേഹത്തോടെ സംസാരിച്ച് അവൻ്റെ മനസ്സിൻ്റെ ഇരുണ്ട അറകളിലേക്ക് ബ്രയോണി കടന്നു ചെല്ലുന്നു. നിങ്ങൾ ട്രിക്കുകളിലൂടെ എൻ്റെ മനസ്സിലേക്ക് കടക്കാൻ ശ്രമിക്കുകയല്ലേ എന്ന് ബുദ്ധിമാനായ ജെയ്മി ഒരവസരത്തിൽ ചോദിക്കുന്നുണ്ട്. ജെയ്മിയുടെ ജയിൽ ജീവിതത്തോടൊപ്പം സമൂഹത്തിൽ നിന്നും അവൻ്റെ കുടുംബം നേരിടുന്ന അവഗണനകളും അപമാനങ്ങളും സീരീസ് പ്രതിപാദിക്കുന്നുണ്ട്. ജെയ്മി മില്ലറായി എത്തുന്ന ഒവാൻ കൂപ്പറിന്റെ ആക്ടിംഗ് വാസ് മൈൻഡ് ബ്ലോയിങ്. ഒരു ഡെബ്യൂട്ടന്റ് ആണെന്ന് ഒരു സ്ഥലത്ത് പോലും നമുക്ക് തോന്നില്ല. ഒരു കുറ്റാന്വേഷണ കഥ എന്നതിലുപരി വളരെ ഇമോഷണലി കോംപ്ലക്സ് ആണ് അഡോളസൻസ്. മനുഷ്യ മനസ്സിന്റെ അടിത്തട്ടുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അന്വേഷിക്കുന്ന ഈ ഡ്രാമ ഓൺലൈൻ ലോകത്ത് പെട്ടുപോകുന്ന നമ്മളെ പോലുള്ള യങ്സ്റ്റേഴ്സിന്റെ കൺഫ്യൂഷൻ, സെക്ഷുവാലിറ്റി, അഡിക്ഷൻ, മിസോജിനി, വയലൻസ്, സൈബർ ബുള്ളിയിങ്, സോഷ്യൽ ബിഹേവിയർ തുടങ്ങി ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്യേണ്ടുന്ന നിരവധി വിഷയങ്ങളാണ് പറയുന്നത്. എനിക്ക് കുറച്ചുകൂടി നന്നായി എൻ്റെ മകനെ വളർത്താമായിരുന്നു എന്ന് പരിതപിക്കുന്ന ജെയ്മിയുടെ ഫാദർ ഒരു പോയിന്റിൽ ഇത് പറയുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഇക്കാലത്ത് എന്താണ് സംഭവിക്കുന്നത്, അവരുടെ ഫ്രണ്ട്സിൽ നിന്നും ഇൻ്റർനെറ്റിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും അവർ നേരിടുന്ന സമ്മർദ്ദങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ഒരുപാടധികം കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള നടനും സംവിധായകനുമായ ഫിലിപ്പ് ബാരന്റീനിയാണ് അഡോളസെന്റിന്റെ സംവിധായകൻ. ജെയ്മിയുടെ പിതാവായി അഭിനയിച്ച സ്റ്റീഫൻ ഗ്രഹാമും ജാക്ക് തോണും ചേർന്നാണ് ഈ ഒരു ഡ്രാമ സീരീസിന്റെ തിരക്കഥ ഒരുക്കിയത്. ഓരോ എപ്പിസോഡും ഒറ്റ ടേക്കിൽ പൂർത്തിയാക്കി എന്നതാണ് സീരീസിന്റെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ. അതായത് ബേസിക്കലി ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ എപ്പിസോഡ് തീരുമ്പോഴേ ക്യാമറ കട്ടാവുകയുള്ളൂ. കഥാപാത്രങ്ങളെ അവരുടെ ചലനങ്ങളെയും ആക്ഷൻസിനെയും ഇമോഷൻസിനെയും പ്രേക്ഷകരുമായി കണക്ട് ചെയ്യിക്കാൻ ഈ ഒരു സിംഗിൾ ഷോട്ടിന് സാധിച്ചിട്ടുണ്ട്. ജെയ്മിയും ബ്രയോണിയുമായുള്ള കൗൺസിലിംഗ് എപ്പിസോഡിൽ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കഥാപാത്രങ്ങളെ ജനലിലൂടെയും സ്റ്റെയർ കേസിലൂടെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാനിലൂടെയും എല്ലാം ക്യാമറ പിന്തുടരുന്നുണ്ട്. ബ്രില്യൻ്റ്ലി ക്രാഫ്റ്റഡ് സിനിമാറ്റോഗ്രാഫി ആസ് വെൽ ആസ് ഡയറക്ഷൻ. ജെയ്മി ആയിട്ടെത്തിയ ഓവൻ കൂപ്പറിന്റെ ആക്ടിംഗ് വാസ് ടോപ്പ് നോച്ച്. ഒരേ സമയം ഇമോഷണൽ ആവുകയും അടുത്ത നിമിഷം സൈക്കോപാത്തിന്റെ സ്വഭാവവും ഒക്കെ അടിപൊളിയായിട്ടാണ് ഒവാൻ കൂപ്പർ ചെയ്തിരിക്കുന്നത്. പിതാവായി അഭിനയിച്ച സ്റ്റീഫൻ ഗ്രഹാമും തന്റെ പ്രകടനം കൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുത്തു. പോലീസ് ഓഫീസർ ബാസ്കോംബായി അഭിനയിച്ച ആഷ്ലി വോൾട്ടേഴ്സ്, സൈക്കോളജിസ്റ്റ് ആയി എത്തിയ എറിൻ ഡോഹാട്ടിയും പ്രകടനം കൊണ്ട് ഞെട്ടിച്ച അഭിനേതാക്കളാണ്. ടീനേജേഴ്സിന്റെ ലഹരി ഉപയോഗവും കുറ്റകൃത്യങ്ങളും അക്രമവാസനയും കൊലപാതകങ്ങൾ പോലും ചെയ്യാനുള്ള മനസ്സുറപ്പും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് അഡോളസൻസ് ഈസ് എ മസ്റ്റ് വാച്ച്. ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ കോണ്ടന്റ്സ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ കമൻസ് വഴി അറിയിക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.